മണിയുടെ മൂളിപ്പാട്ടുണ്ടേ. കണ്ടോ അവനെ? ഞാൻ കഷ്ടപ്പെട്ട് ഹാൻഡ് ഫീഡിംഗ് ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നവൻ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന പെണ്ണുങ്ങളെ വളച്ച് ഒടിച്ച് അവൻ കൂട്ടിനകത്ത് കയറ്റി. അവസാനം ഞാൻ പോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ആഹാ കൊള്ളാലോ, നീ 2 ദിവസം പോലും ആയില്ലല്ലോ, പണി ഒപ്പിച്ചോ നീ അതിൻ്റെ ഇടയ്ക്ക്? ആ കൊള്ളാം. നീ എന്നാ നോക്കുന്നേ? ഞാനിവിടെ സോറി, എന്നെ ചീത്ത പറയോ നീ? കൊള്ളാലോ നീ. ഞാൻ അവനെ ശല്യപ്പെടുത്തിയാൽ അവൻ എന്നെ വന്ന് വഴക്ക് പറഞ്ഞിട്ട് പോയി അവൻ്റെ അടുത്ത്. നീ 2 പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുട്ടയൊക്കെ ഇടാൻ തുടങ്ങും. ഇങ്ങനെയാണ് ലവ് ബേർഡ്സിനെ ബ്രീഡ് ചെയ്യിക്കേണ്ടത്. ആദ്യമേ കണ്ട് പോട്ടൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാണ്ട് 2-3 ദിവസമൊക്കെ കൂട്ടിനകത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു കഴിയുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് അവർക്കൊരു പോട്ടൊക്കെ വെച്ച് കൊടുത്ത് അവർ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊത്തിയും വഴക്കുണ്ടാക്കിയും നമ്മളോർക്കും വഴക്കുണ്ടാക്കുകയാണെന്ന്. വഴക്കൊന്നുമല്ല, ഇങ്ങനെയാണ് അവർ ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും? 2 ബേർഡ്സിനെയൊക്കെ പിടിച്ചിട്ട് ബ്രീഡിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ്ട് കണ്ടോ, മുട്ടയൊക്കെ ഇട്ട് സുന്ദരിമണിയായിട്ടിരിക്കുക. അടുത്ത 2 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ അവളെന്നെ വിളിച്ച് കാണിക്കുക. നോക്കിക്കേ എൻ്റെ സുന്ദരിക്കുട്ടി, എങ്ങനെയുണ്ട് എൻ്റെ ബ്രീഡിംഗ് റിസൾട്ട് കാണാൻ? സുന്ദരിയല്ലേ? മുട്ടയൊക്കെ ഇട്ട് കൊള്ളാലോ. അമ്മയുടെ മണിമുത്താണോ ഇത്? അങ്ങനെയാണ് ബഡ്ജീസിനെ ബ്രീഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.